ഹലോ, ഇന്നൊരു പരീക്ഷണമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ റിസൾട്ട് എന്ത് ചിക്കൻ ആകും എന്നുള്ളത് അറിയില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനിപ്പോൾ ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ അതിന് ബോൺലെസ് ചിക്കൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ, മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികൾ: മുളക് പൊടി, ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഒണിയൻ പൗഡറാണ്, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈര് ചേർക്കാം. തൈരും ചേർത്ത് പിന്നെ ചേർക്കേണ്ടത് സോസുകളാണ് കേട്ടോ. അതായത് ടൊമാറ്റോ സോസ്, പിന്നെ ചില്ലി സോസ്, പിന്നെ സോയാ സോസ്. ഇത്രയും ചേർത്ത് മുട്ടയും ചേർത്ത് നന്നായിട്ട് പുരട്ടി വയ്ക്കണം. പിന്നെ വേണ്ടത് പൊടി, വേറെ അരിപ്പൊടിയും കോൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വേണ്ടി കോൺഫ്ലവർ ഇടില്ല. ഞാനതുകൊണ്ട് കടലമാവ് എടുത്തിരിക്കണേ. കോൺഫ്ലവറും അരിപ്പൊടിയും നമ്മുടെ കടലമാവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നമ്മുടെ ചിക്കനും ചേർത്ത് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് എന്ത് വെച്ചാലും എല്ലാവർക്കും ഇഷ്ടമാകും. അങ്ങനെ നമ്മൾ അവിയല സാമ്പാർ എന്നൊക്കെ പറയണ പോലെ അത്ര വലിയ ട്രഡീഷണൽ രീതിയൊന്നും ഇല്ലല്ലോ. അരിപ്പൊടിയും കടലമാവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. അതെ, നമ്മൾ ചിക്കൻ ഇപ്പോൾ എന്ത് ചിക്കൻ വെച്ചാലും അത് ടേസ്റ്റാകും. അപ്പോൾ അതാണല്ലോ ഈ കുട്ടികളൊക്കെ, ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊക്കെ ചിക്കനാണല്ലോ വയ്ക്കുന്നത്. മറ്റേ അവയിൽ സാമ്പാർ എന്നൊക്കെ പറഞ്ഞവർക്ക് ഭയങ്കര ഇതല്ലേ, അല്ല ഭയങ്കര ആ ട്രഡീഷണൽ രീതി വേണം, അത് വേണം എന്നൊക്കെ നമ്മുടെ തലമുറക്കാർ ചീത്ത പറയും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്നതാ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. ഇതിലെല്ലാം മുളകും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ കുറച്ച് നട്ട്സ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടിയായിട്ടരിഞ്ഞ് വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് ക്രഷ്ഡ് ചില്ലി അതും ഇട്ടിട്ടുണ്ട്. പിന്നെ സവോള, പച്ചമുളക്, പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം. റെഡ് ക്യാപ്സിക്കം എൻ്റെ അടുത്തുണ്ടായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടൊമാറ്റോയുടെ ഉള്ളിലെ പൾപ്പ് കളഞ്ഞിട്ട് അതിട്ടു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട്, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതൊക്കെ വാടിയാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചു. പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു. അത് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ ഉപ്പ് ഉണ്ടായില്ല, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, വറുത്ത് വെച്ച ചിക്കൻ, അത് ഇതിലേക്ക് ഇടാം. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഡ്രാഗൺ ചിക്കൻ ആദ്യമായിട്ട് എനിക്കന്ന് ഇഷ്ടമായി. പക്ഷേ ആ ഒരു ടേസ്റ്റ് വേറെ ഒരു ഹോട്ടലിൽ, പിന്നെ ഞാൻ ആ ഒരു ടേസ്റ്റ് ഓർത്തിട്ട് വേറെ ഹോട്ടലുകളൊക്കെ കയറുമ്പം, പല ഹോട്ടലുകളിൽ കയറുമ്പോഴും ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്താൽ അതുപോലെയല്ല, വേറെ രീതിയിലാണ് കിട്ടുക. പല ഹോട്ടലിലും ഡ്രാഗൺ ചിക്കൻ കിട്ടുന്നത് പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് ഹണിയും കൂടെ ചേർക്കാം. അപ്പം ഞാൻ ആദ്യം കഴിച്ച ഡ്രാഗൺ ചിക്കനിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മയിൽ ഞാനിത് കുറച്ച് ക്യാരറ്റും കൂടി ഇടുന്നുണ്ട്. അത് ആദ്യമേ തന്നെ ഇടണ്ട, അതൊന്ന് വാടിയാൽ മതി, ഇങ്ങനെ കറകറൊക്കെ അടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹണി ചേർത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ നട്ട്സ് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ നട്ട്സും കൂടെ ഇടാം. ഏകദേശ രൂപമൊക്കെ ആയിട്ട് ഇനി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാമെന്ന് തോന്നുന്നുണ്ട്, ഇത്ര ഇതില്ലാതെ. ഇപ്പോൾ യഥാർത്ഥ ഡ്രാഗൺ ചിക്കൻ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഞാനേതായാലും ഇതുണ്ടാക്കിയത് ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചിക്കൻ ആയതുകൊണ്ട് ഒരു സമാധാനം, എല്ലാവരും കഴിച്ചോളും. ഓക്കെ, അപ്പോൾ ബൈ.